നമ്മുടെ സമൂഹത്തിൽ എല്ലാ കാര്യത്തെയും ഫാത്തിഹയെ ചൂഷണം ചെയ്യുന്നവർ, യാസീൻ ചൂഷണം ചെയ്യുന്നവർ, മുൽക്ക് ചൂഷണം ചെയ്യുന്നവർ എന്നതുപോലെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അതിനെ ദീൻ പഠിപ്പിക്കാതെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവരും ഇന്ന് കുറവല്ല. അവനവന്റെ ചാനലിൽ ആളുകൂടാൻ, അവനവന്റെ മാർക്കറ്റിംഗ് വിശാലമാക്കാൻ ഓരോരുത്തരും സ്വയം ബിസ്മി കൊണ്ട് മുതലാക്കുന്ന ഒരുപാട് പേരുണ്ട്. വേറെ ചില ആളുകൾ പറയും, മരിച്ച ആളുകൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ, അതുകൊണ്ട് എല്ലാവരും കൂടി അവിടെ ചെന്നുകൊണ്ട് മരിച്ചയാൾക്ക് വേണ്ടി 10,000 ബിസ്മി ചൊല്ലിയിട്ട് ഹദിയ ചെയ്യുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മരിച്ച വ്യക്തിക്ക് വേണ്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 10,000 തവണ എല്ലാവരും കൂടി ചൊല്ലിക്കൊടുക്കുകയാണ് അദ്ദേഹത്തിന് കൂലി കിട്ടാൻ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ അടിസ്ഥാനം നോക്കേണ്ടത് ഇങ്ങനെയൊക്കെ സ്വഹാബമാർക്ക് നബിതങ്ങൾ വഹി കിട്ടിയ കാലഘട്ടത്തിൽ ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ചെയ്തു വല്ല മാതൃകയും നമുക്കുണ്ടോ? ഇല്ലെങ്കിൽ അത് ബിദ്അത്താണ്. വേറെ ചില മനുഷ്യന്മാർ എന്തെങ്കിലും ഒരു പ്രയാസം, മാനസിക വിഭ്രാന്തി, ഒരു പേടി, ഒരു ഉറക്കല്ലായ്മ, വിഷമം വന്നാൽ അവരുടെ കയ്യിലേക്ക് എത്തിയ അവർ നേരെ എന്തെങ്കിലും തകിട് എഴുതി കൊടുക്കും. ഉള്ളിൽ ഒരു ബിസ്മി ഉണ്ടാകും, പുറത്തൊരു 786 ഉണ്ടാവും. ഈ സാധു ഇത് കൊണ്ടുപോയി കുഴിച്ചിടും. ചിലത് കഴിക്കാൻ പറയും, ചിലത് കുടിക്കാൻ പറയും. ഈ നിലക്ക് ബിസ്മിയെ ദുരുപയോഗം ചെയ്യുന്ന തെറ്റായ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് തിരിഞ്ഞു നടക്കേണ്ടതുണ്ട്. പാടില്ലാത്ത ഗൗരവമായ ബിദ്അത്തിന്റെ കൂട്ടത്തിൽ ഉലമാക്കന്മാർ എണ്ണി പറഞ്ഞത്. അതോടൊപ്പം ബിസ്മി ഇത്രയും മഹത്തരമാണ് എങ്കിലും അത് ഇന്ന സ്ഥലത്ത് ഇത്ര തവണ ഇന്ന കാര്യത്തിന് ചൊല്ലുക എന്ന് പറയാൻ നമുക്ക് രേഖ വേണം, പ്രമാണം വേണം. എന്നാൽ നാട്ടിലെ ചാനലുകളും മുസ്ലിയാക്കന്മാരും നേതാക്കന്മാരും അണികളോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക, 12,000 തവണ ഒരു വ്യക്തി ഇരുന്ന് ബിസ്മി ചൊല്ലിയാൽ അയാളുടെ എല്ലാ വിഷമങ്ങളും മാറും. 12,000 തവണ ഒരു വ്യക്തി ഇരുന്ന് ബിസ്മി ചൊല്ലണമെങ്കിൽ അയാൾക്ക് ഇനി ഇതിനേക്കാൾ വലിയ വിഷമം തന്നെ വരാനുള്ളത്. കാരണം അയാൾ മറ്റെല്ലാ വിഷമവും മറക്കും ഇത് കഴിയുമ്പോഴത്തേക്ക്. വല്ലാത്തൊരവസ്ഥയാണ് ഇതൊക്കെ ചൊല്ലു. ഞാൻ ആ ചാനലുകളൊക്കെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ 1000 കമന്റുകളാണ്. നമുക്ക് ഭയങ്കര ഗുണം കിട്ടി, ഇത് ചൊല്ലിയതിനു ശേഷം അത്ര കറാമത്തുണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതി സൂചിപ്പിക്കുന്നുണ്ട്. ആ ചാനലിന്റെ റീച്ച് ആണെങ്കിൽ 4,000 5,000 ആളുകളൊക്കെ അതിന്റെ കേൾവിക്കാരായി മാറുന്നുണ്ട്. ഇതൊക്കെ അതേപടി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട്. ചിലർ എഴുതി വിട്ടിരിക്കുകയാണ്, അവരുടെ സ്റ്റാറ്റസുകളിൽ എഴുതി വെച്ചിരിക്കുക 786 തവണ ആ ബിസ്മി എങ്ങാനും ഒരു വ്യക്തി ചൊല്ലിയാൽ അവന്റെ ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകും. 786 തവണ വെറും ബിസ്മി മാത്രം ചൊല്ലിയിരിക്കുക. മറ്റൊരു റിപ്പോർട്ടിൽ കാണാണ് 186 തവണ ബിസ്മി ഓതിയിട്ട് വെള്ളത്തിൽ ഊതിയാൽ, എന്നിട്ട് ആ വെള്ളം കുടിച്ചാൽ ബുദ്ധിമാന്യം മാറിക്കിട്ടും, ഓർമ്മശക്തി കൂടും. ആരത് പറഞ്ഞു തരേണ്ടത്? ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആരാ നമ്മൾ ആദ്യം പഠിപ്പിക്കേണ്ടത്? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി പഠിപ്പിക്കാൻ വിട്ട വല്ല കാര്യമുണ്ടോ? നബി ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ പഠിപ്പിക്കാതെ പോയിട്ടുണ്ടോ? അവിടെയില്ലാത്തത് ഇവിടെ നമുക്കും എണ്ണം പറയാൻ, സമയം പറയാൻ, പോരിശ പറയാൻ അർഹതയില്ല. നമ്മളാരും മതമുണ്ടാക്കുന്നവരല്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്.